വെൽക്കം ടു ദ കപ്പിൾ ഹു റീഡ്സ്. ഇത് പ്രീവിയസ് എപ്പിസോഡിന്റെ പാർട്ട് 2 ആണ്. അതെ, അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ഞങ്ങളുടെ വായനക്കാർ ഞങ്ങളായ കഥകളെക്കുറിച്ചാണ്. രസകരമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നത്. ഇപ്രാവശ്യം നമ്മൾ ഞങ്ങളുടെ കുറച്ച് ബുക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഒരു ഓപ്പർച്യൂണിറ്റി തുടങ്ങി, ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ പറയാം. അപ്പോൾ ദീപ്തിയുടേതായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഞാൻ അതിൻ്റെ ഉത്തരമായിട്ട് ആ ഓപ്പർച്യൂണിറ്റി സംസാരിക്കുന്നു. ഓക്കെ, പാർട്ടിൽ തന്നെ എന്താണ് ഓപ്പർച്യൂണിറ്റി? യെസ്. സോ നിങ്ങൾ എഴുത്തുകാരാണെങ്കിൽ നിങ്ങളുടെ വർക്കുകൾ വേൾഡ് വൈഡ് പബ്ലിഷ് ചെയ്യാം. അത് ഒരു വർക്കല്ല, നിങ്ങളുടെ ലൈഫ് ടൈമിൽ നിങ്ങൾ എത്ര വർക്ക് എഴുതിയാലും അത് കമ്മിറ്റഡ് ആയിട്ട് പബ്ലിഷ് ചെയ്യും എന്ന് ഉറപ്പുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. അപ്പോൾ ലൈക്ക് ഐ സെഡ്, നോട്ട് ജസ്റ്റ് വൺ വർക്ക്, എത്ര വർക്ക് ഉണ്ടെങ്കിലും ഏത് ജോണറാണെങ്കിലും ഡസൻറ്റ് മാറ്റർ. ലൈഫ് ടൈം നിങ്ങൾക്കൊരു സപ്പോർട്ട് നിങ്ങളുടെ എഴുത്തിനും നിങ്ങളുടെ എഴുത്തിൻ്റെതായിട്ടുള്ള സ്വപ്നങ്ങൾക്കും തരാനായിട്ട് 3, 4, 5 എൻറ്റിറ്റി മുന്നോട്ട് വന്നിരിക്കുകയാണ് പുസ്തകം ഫൗണ്ടേഷൻ്റെ ബാനറിൽ. പുസ്തകം ഫൗണ്ടേഷനെ കുറിച്ചും കൂടെ കുറച്ച് പറയാം. പുസ്തകം ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു പബ്ലിക് ട്രസ്റ്റാണ്. മെയിൻലി എഴുത്തുകാരുടെയും വായനക്കാരുടെയും വെൽബീങ്ങിന് വേണ്ടി തുടങ്ങിയതാണ്. എന്നാൽ എഡ്യൂക്കേഷൻ, അതായത് ട്രൈബൽ മേഖലയിലുള്ള പിള്ളേരുടെ എഡ്യൂക്കേഷൻ്റെയും കൂടെ അതിൻ്റെ എൻഹാൻസ്മെൻറ്റിനും കൂടെ വേണ്ടി പബ്ലിക് ട്രസ്റ്റുകളുടെ പുസ്തകം ഫൗണ്ടേഷൻ മുൻനിര പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ഇനി എന്താണ് സംഭവം, ഡീറ്റെയിൽസ് ഒന്ന് പറ. അതായത് ഇതൊരു കോഴ്സാണ്. 1 വർഷം ഏകദേശം നീണ്ടിരിക്കുന്ന കോഴ്സാണ്. ഈ കോഴ്സിനൊരു പേരുണ്ട്, അത് രസകരമായിട്ടുള്ള പേരാണ്, അത് ലാസ്റ്റ് പറയാം. ഈ 1 വർഷമാണെങ്കിൽ എല്ലാ ദിവസമൊന്നുമില്ല ക്ലാസ്. കോഴ്സ് വരുന്ന ശനിയാഴ്ച ഒരു ബാച്ച്, ഞായറാഴ്ച ഒരു ബാച്ച് എന്ന് പറഞ്ഞ് ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം മാത്രമേ കാൻഡിഡേറ്റ്സ് അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ. അത് ഏകദേശം റഫ്ലി 3 മണിക്കൂറേ ഉള്ളൂ. ഈ 1 വർഷത്തെ കോഴ്സിൻ്റെ ഫലമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി കോഴ്സിൽ എത്ര സ്ലോട്ട്സ് ഉണ്ട്? ഞങ്ങളിപ്പോൾ ഓപ്പൺ ചെയ്തേക്കുന്നത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് ഉള്ള ആൾക്കാരാണ് പ്രിഫറബിളി സെലക്ട് ചെയ്യുന്നത്. ഏകദേശം 34 സ്ലോട്ട്സാണ് നമ്മൾ അവൈലബിൾ ആക്കി വെച്ചിരിക്കുന്നത്. 17 എന്ന് പറഞ്ഞ് 2 ബാച്ച് ആയിരിക്കും അപ്പോൾ വരുന്നത്. ഓൾറെഡി ഒരു 7 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഒപ്പം ഒരു വെറ്റിനറി ഡോക്ടറുണ്ട്, ഒരു പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എംപ്ലോയി ഉണ്ട്, ഒരു ടെക്കിയ ഉണ്ട്, മാരിനേഴ്സ് ജസ്റ്റ് പാസ് ഔട്ട് ആയ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു വൈബ്രൻറ്റ് കമ്മ്യൂണിറ്റിയാണ് ഓൾറെഡി ഒരുമിച്ച് നിങ്ങളുടെ സ്വപ്നം ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ളത്. എഗെയിൻ അപ്പോൾ 7 പേരെന്ന് പറയുമ്പോൾ ബാക്കി 27 സ്ലോട്ട്സ് ആർ സ്റ്റിൽ അവൈലബിൾ. സ്റ്റുഡൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഫാക്കൽറ്റി ആയിരിക്കുക? ഫാക്കൽറ്റി ആർ വെരി പ്രൊമിനൻറ്റ് പീപ്പിൾ ഇൻ ദിസ് ഇൻഡസ്ട്രി. പബ്ലിഷിംഗ് എഴുത്ത് മേഖലയിൽ ഓരോ സിലബസ് ഓരോ സ്ട്രക്ചേർഡ് ആണ്. അപ്പോൾ ഓരോ സ്ട്രക്ചർ സിലബസ് എടുക്കുന്ന ഓരോ ഫാക്കൽറ്റീസ് ആയിരിക്കും. ഗസ്റ്റ് ഫാക്കൽറ്റീസ് ഒക്കെ ഉണ്ടാവും. എന്തായാലും പേര് കേട്ട ആൾക്കാർ തന്നെയാണ് എല്ലാവരും. നിങ്ങളുടെ റൈറ്റിംഗ് കരിയറിലും പബ്ലിഷിംഗ് കരിയറിലും നിങ്ങൾ കറക്റ്റായിട്ട് ഓരോ സെഗ്മെന്റിലും ഗൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആൾക്കാരായിരിക്കും നിങ്ങളുടെ ഫാക്കൽറ്റീസ് ആയിട്ട് വരുന്നത്. അത് സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. ഇനി വരുന്ന വീഡിയോകളിലും ഇനി വരുന്ന അഡ്വർടൈസ്മെന്റിലൊക്കെ എന്തായാലും ഫാക്കൽറ്റീസ് തന്നെ സംസാരിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ വരും. പക്ഷേ സ്ലോട്ട്സ് ആർ വെരി ലെസ്. ഹറി ആൻഡ് നിങ്ങൾ വിളിച്ച് എന്തായാലും ഇതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഫാക്കൽറ്റീസ് ആരൊക്കെയാണെന്നുള്ളത് 1 by 1 പറയുന്നതായിരിക്കും. ഇതിന്റെ ഫീ ഒക്കെ എങ്ങനെയാണ്? ഇതിന് ഫീ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ പകരം നമ്മളൊരു ഡൊണേഷനാണ് ഇതിൽ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ പബ്ലിക് ട്രസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 രൂപ ഒരു ദിവസം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് സാധാരണ കളക്ട് ചെയ്യാറ്. അപ്പോൾ 31 രൂപ കൊടുത്ത് മാസം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരുണ്ട്, 365 രൂപ കൊടുത്ത് വർഷം ചെയ്യുന്നവരുണ്ട്, 10 വർഷത്തേക്ക് 3699 ചെയ്യുന്നുണ്ട്. കോഴ്സിന് വരുന്നത് വി എക്സ്പെക്ട് ദം ടു ഡൊണേറ്റ് 36,500, 36,500 രൂപ ഡൊണേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. അത് ആക്ച്വലി തിരുവനന്തപുരത്ത് ഏകദേശം 34 സ്റ്റഡി സെൻറ്റേഴ്സ് ഉണ്ട്. ഈ 34 സ്റ്റഡി സെൻറ്റേഴ്സിൽ ഓരോ സ്റ്റഡി സെൻറ്റർ സ്പോൺസർ ചെയ്യാനാണ് 34 കാൻഡിഡേറ്റ്സിന് നമ്മൾ കോൾ ചെയ്തേക്കുന്നത് ഇപ്രാവശ്യത്തെ ഈ കോഴ്സിന് വേണ്ടി. അപ്പോൾ നിങ്ങൾ ഈ 36,500 നിന്ന് ആ പൈസ പോകുന്നത് ഈ ഏതെങ്കിലും ഒരു ട്രൈബൽ സ്റ്റഡി സെൻറ്റേഴ്സിൽ അവരുടെ പിള്ളേരുടെ എഡ്യൂക്കേഷൻ റിസോഴ്സിന് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. അപ്പോൾ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് തന്നെയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്. ഡെസിഗ്നേറ്റഡ് ആയിട്ട് നിങ്ങളുടെ പേരിൽ ഒരു സ്റ്റഡി സെൻറ്റർ സ്പോൺസർഷിപ്പ് ആവുന്നുണ്ട്. പിന്നെ എഗെയിൻ IT ഫയൽ ചെയ്യുന്നവർക്കൊക്കെ 36,500 കൊടുക്കും. ഞങ്ങൾക്ക് 18-12 ഏക്കറുള്ള രജിസ്ട്രേഷൻ ഉള്ള പബ്ലിക് ട്രസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ് അതിൽ നിന്ന് ഉണ്ടാവും. ഫീസ് അടയ്ക്കുന്ന എല്ലാവർക്കും ഇതിൽ എൻട്രി ഉണ്ടോ? ഇല്ല, അതാണ് ഇതിൽ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം. അതായത് ഒരു സ്ക്രീനിങ് പ്രോസസ്സ് ഉണ്ട്. അത് ഇറ്റ് ക്യാൻ ബി ഐദർ ത്രൂ കോൾ അല്ലെങ്കിൽ നേരിട്ട് പ്രിഫറബിലിറ്റി വേണ്ട നിങ്ങൾക്ക് കണ്ടിട്ട് സംസാരിക്കാം. പബ്ലിക് ട്രസ്റ്റ് എന്നെയാണ് അസൈൻ ചെയ്തേക്കുന്നത്. പബ്ലിഷിംഗുകാരുടെ എഴുത്തുകാരുടെ ഇടയിൽ ഒരു വിളിപ്പേരുണ്ട് $1 ഇൻസ്ട്രക്ടർ എന്ന്.
സോ ഐ യൂസ് ടു കൺസൾട്ട് എ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ ദിസ് ഇൻഡസ്ട്രി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എഴുത്തിൻ്റെ സ്വപ്നം എത്രമാത്രം വലുതാണ്, നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് നിങ്ങൾക്ക് സ്ട്രക്ചറലി ഈ കോഴ്സിന് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ടോ, ഇതൊക്കെ ആയിരിക്കും ആ സ്ക്രീൻ യൂണിവേഴ്സിറ്റിയിൽ നോക്കുന്നത്. സിമ്പിളാണ്. ഒരു 10-20 പേര് സ്ക്രീനിങ് കഴിഞ്ഞിട്ടുണ്ട്. അതിലാണ് 7 പേര് സെലക്ട് ചെയ്തേക്കുന്നത്. പലരും അവരുടെ ബിസി ഷെഡ്യൂൾസ് അങ്ങനെയുള്ള കാരണം കൊണ്ടൊക്കെയാണ് പലരും സെലക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ആഗ്രഹം ജെന്യുവൻ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിനകത്തോട്ടുള്ള എൻട്രി ഉണ്ട്. അപ്പോൾ ഒരു സ്ക്രീനിങ് പ്രോസസ് ഉണ്ടെന്നുള്ളത് മാത്രമാണ് ഇതിൽ ഏറ്റവും വലിയൊരു ഘടകം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ സിലബസിനെ കുറിച്ച് പറഞ്ഞാലോ? ഓക്കെ, സിലബസ് എന്ന് പറയുന്നത് പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു കോഴ്സിന്റെ പേര് എന്തെന്നുള്ള ലാസ്റ്റ് പറയാമെന്ന്. കോഴ്സിന്റെ പേര് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഓത്തർ എന്നാണ്. ആ പേര് പോലെ തന്നെ ഈ കോഴ്സിനകത്ത് വരുന്ന സിലബസ് പബ്ലിഷിംഗ് ഉണ്ട്, റൈറ്റിംഗ് ഉണ്ട്, പ്രാക്ടിക്കൽ റൈറ്റിംഗ് ഉണ്ട്, ലിറ്ററേച്ചർ ഉണ്ട്, പബ്ലിക് സ്പീക്കിംഗ് ഉണ്ട്, സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ഉണ്ട്, അതുപോലെ pretty much everything in this industry to make someone a complete author. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. യെസ്. അപ്പോൾ ഓവറോൾ ഈ ഫസ്റ്റ് ബാച്ചിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത് തന്നെ ദേ ആർ മേക്കിംഗ് ഹിസ്റ്ററി. കാരണം ഒരു പബ്ലിക് ട്രസ്റ്റിന്റെ ബാനറിൽ അലോങ് വിത്ത് അതർ വെഞ്ചേഴ്സ് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു കോഴ്സ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ 34 പേർക്കും അവർക്ക് ലൈഫ് ടൈം ആയിട്ടുള്ള പബ്ലിഷിംഗ് സപ്പോർട്ട് കൊടുക്കും ഞാൻ പറഞ്ഞു. അതുപോലെ അവരുടെ ഡ്രീംസ് എന്താണ് അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഇത്രയും എൻറ്റിറ്റീസ് അവരോടൊപ്പം എന്തായാലും അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകും. ആൻഡ് എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ ഫാക്കൽറ്റീസ് ആയിട്ടുള്ള പ്രൊമിനൻ്റ് ആൾക്കാരൊക്കെ ദേ വിൽ ബി മെൻറ്ററിങ് ദീസ് പീപ്പിൾ. അപ്പോൾ ഓവറോൾ ബെനിഫിറ്റ്സ് ആയിട്ട് 1 by 1 പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. നിങ്ങൾ ഒരു ട്രൈബൽ സ്റ്റഡി സെൻറ്റർ സ്പോൺസർ ചെയ്യുന്നുള്ള സർട്ടിഫിക്കറ്റും, പ്രിഫറബിളി കളക്ടറേറ്റും ഇതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ അവരുടെ സൈഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും അത്. പിന്നെ മൂന്നാമത് നിങ്ങൾക്ക് ലൈഫ് ടൈം ഡോണർ ആയെന്നുള്ള സർട്ടിഫിക്കറ്റ്, പബ്ലിക് ട്രസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഇനി അപ്പാർട്ട് ഫ്രം ഓൾ ദീസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യും, അതിൻ്റെ ബുക്ക് ലോഞ്ച് ഉണ്ടാവും, അതിൻ്റെ പ്രസ് റിലീസ് ഉണ്ടാവും, അതിൻ്റെ ബുക്ക് സൈനിങ് ഇവൻ്റ് ഉണ്ടാവും 34 പേർക്കും ഒരുമിച്ച്. ആൻഡ് അതൊന്നും കൂടാണ്ട് നിങ്ങൾ 2ാമതോ 3ാമതോ 4ാമതോ 5ാമതോ എത്ര ബുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നാലും ഇതെല്ലാം ഡെഡിക്കേറ്റഡ് ആയിട്ട് പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള ഒരു പബ്ലിഷിംഗ് ഹൗസ്, പുസ്തകത്തിൻ്റെ തന്നെ സിസ്റ്റർ കൺസേൺ ആയിട്ടുള്ള കൊച്ചിറ്റപ്പൻ LLP വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. pretty much a big deal അല്ലേ? അതെ. അപ്പോൾ ടു ഗുഡ് ടു ബി ട്രൂ എന്ന് പറയാൻ കാരണം അതായിരുന്നു. യെസ്. ഇനി എന്തെങ്കിലും ചോദ്യം? ഇനി ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ദ കംപ്ലീറ്റ് ഓത്തർ കോഴ്സിൻ്റെ ഒരു ഓവറോൾ ഓവർവ്യൂ അല്ലേ? സോ ഓക്കെ. അപ്പോൾ ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കമൻറ്റിന് റിപ്ലൈ ആയിട്ട് ഞാൻ പറയാം. ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള പബ്ലിസിറ്റി നമ്മൾ കൊടുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് എൻക്വയറീസ് വരാം. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അഗെയിൻ താഴെ പറഞ്ഞേക്കുന്ന ഡിസ്ക്രിപ്ഷനിലുള്ള മെത്തേഡ്സ് വഴിയിട്ട് റീച്ച് ഔട്ട് ടു അസ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിലെ താല്പര്യമുള്ള ആൾക്കാർക്കോട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഷെയർ ചെയ്യാം. ഓക്കെ. യെസ്. ഇനി നമ്മുടെ ബുക്കുകൾ കാണിക്കാം ഓരോന്നായിട്ട്. നമ്മുടെ പരിപാടികളിലേക്ക് ഓക്കെ. നമ്മുടെ കുറച്ച് ബുക്സ് ഞാനിവിടെ വെക്കാം, എന്നിട്ട് കാണിച്ചോ. യെസ്. ഇത് എൻ്റെ ഒരു പഴയ ബുക്ക്. ഇത് ഞാൻ ട്രെയിനിൽ നിന്ന് വാങ്ങിച്ചതാ. ഇത് എത്ര രൂപയായിരുന്നു ഇതിന് എഴുതിയിട്ടില്ലെന്ന്. ഇത് കുറച്ച് മോറൽ സ്റ്റോറീസ് ഒക്കെ ഉള്ളൊരു ബുക്കാണ്. ഇത് ട്രെയിനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം അമ്മ വാങ്ങിച്ചത്. ഇത് 25 രൂപ. ഇത് 25 രൂപ. ഇത് ഇത് എൻ്റെ ബർത്ത്ഡേക്ക് ഇതും അമ്മ എൻ്റെ 6th ബർത്ത്ഡേക്ക് വാങ്ങിച്ചു തന്നു. ഞങ്ങൾ 2 പേരും കൂടി കടയിൽ പോയി വാങ്ങിച്ചതാണ്. ഇതിന് അന്ന് 125 റുപ്പീസ് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പോലെ ഓട്ടോയ്ക്ക് 4 രൂപയോ 5 രൂപയോ മിനിമം ചാർജുള്ള സമയമാണത്. അപ്പോൾ വാങ്ങിച്ചു തന്നതാണ് അമ്മ. പൈസ ഒന്നും നോക്കാതെ എനിക്ക് വാങ്ങിച്ചു തന്നെ. എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. ഒരു 2 ഫെയറി ടെയിൽ പോലത്തെ ബുക്സ് ആണ്. അത് വീട്ടിൽ കൊണ്ടുവന്ന ഉടനെ ഞാൻ വായിക്കുകയൊക്കെ ചെയ്തു. ഇത് ഞാൻ നമ്മുടെ പഴയ ബിഗ് ബസാർ ഉണ്ടായിരുന്നില്ലേ, ബിഗ് ബസാർ പട്ടത്ത് ചുമ്മാ നടന്നപ്പോഴത്തേക്കും ഒരു ബുക്ക് കണ്ട് വാങ്ങിച്ചതാ. ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടീനേജ് റീഡ്സ്. ഇതൊക്കെ ഇപ്പൊ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഇതൊക്കെ ഞങ്ങള് മോൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചേക്കുന്ന ബുക്സ്. ഷ്രിങ്ക് റാപ്പ് എന്ന് പറയും, ഒരു റാപ്പ് അങ്ങനെ ചെയ്ത് വെക്കാന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ചീത്തായി പോരുണ്ട്. ഇത് എനിക്ക് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഗൂസ്ബംസ് ഒക്കെ എഴുതിയ R.L. സ്റ്റൈൻ എഴുതിയ ബുക്കാണ്. ഇതെന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് പണ്ട്. ഇത് ഞാൻ എവിടെ നിന്ന് വാങ്ങിച്ചത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ബുക്സാണ്. ടീനേജിലുള്ള സാധനം നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ബുക്സാണ്. എനിക്കിപ്പോൾ ഇപ്പൊ കിട്ടുമോന്ന് എനിക്കറിയില്ല. ഇത് സബ്രീന ദ ടീനേജ് വിച്ച് എന്ന് പറയുന്നൊരു സീരീസിന്ന് അതിന്റെ ബുക്കാണ്. ഇത് ഞാൻ പഴയ ബുക്സ്, നമ്മുടെ പാളയത്ത് പഴയ ബുക്സ് കിട്ടുന്ന സ്ഥലമില്ലേ, അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ബ്ലൈറ്റൺ മാലഡി ടവേഴ്സ്. ഇത് ഞാൻ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ
വാങ്ങിച്ച് അതിൽ എന്തൊക്കെയോ പ്രിന്റിങ് എറേഴ്സ് ഉണ്ടാകും. ഞാനിത് മൊത്തം വായിച്ച് ഞാൻ കടയിൽ കൊണ്ട് കൊടുത്ത് എനിക്ക് വേറെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ പക്ഷെ അവിടെ ഫസ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരെനിക്ക് സെക്കൻഡ് ബുക്ക് എടുത്തു. എന്ത് മതിയോന്ന് ചോദിച്ചു ഞാൻ അങ്ങ് വാങ്ങിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊന്നും എന്താ എനിക്ക് പിന്നെ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. 3rd ഫോം 4th ഫോം മാലറി ടവേഴ്സ് ഒന്നും എനിക്കറിയില്ല എന്താ സംഭവിച്ചത്. കവറിൽ സൂക്ഷിച്ചു വെച്ചേക്കുന്നു. ഇത് ഞങ്ങളിപ്പോ നമ്മുടെ എന്താ ബെസ്റ്റ് ഓഫ് യൂസ് ബുക്സ് എന്ന് വാങ്ങിച്ചതാണ്. ടെയിൽസ് ഫ്രം ഷേക്സ്പിയർ, ചാൾസ് ആൻഡ് മേരി ലാംബ്. ഞാൻ ചുമ്മാ ഇതിന്റെ കൂട്ടത്തിൽ വെച്ചെന്നുള്ളത് ചൈൽഡ്ഹുഡ് ഫേവറേറ്റ് ഒന്നും അല്ല. പക്ഷെ ഇത് ഷേക്സ്പിയറിന്റെ പല സ്റ്റോറീസിന്റെയും ഒരു ഡ്രാമ അല്ലാണ്ട് കഥയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ വായിച്ചു നോക്കി. ഇതിന്റെ ലാംഗ്വേജ് ഒക്കെ ഭയങ്കര നല്ലതാ. കുറച്ച് കട്ടിയാണ് പക്ഷെ ഭയങ്കര നല്ലതാ. ഓക്കെ, അടുത്തത് എന്റെ ഫേവറേറ്റ് ആണ്. ഈ കവറൊക്കെയുള്ള നാൻസി ഡ്രൂ ഈ സ്റ്റോറീസ്, പണ്ടത്തെ സ്റ്റോറീസ് ഒക്കെ ഇപ്പൊ കിട്ടുമോന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ ബെസ്റ്റ് ഓഫ് യൂസ് ബുക്സിൽ നോക്കിയപ്പോൾ ഇത് ഒരെണ്ണം മാത്രം ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ ഞാനതൊന്ന് വാങ്ങിച്ചേക്കാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ സ്റ്റോറി കുട്ടിക്കൊക്കെ ഈ കഥ വായിക്കാൻ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് വായിക്കാൻ ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരുപാട് പേരുടെ ഫേവറേറ്റ്. അതെ, ഗൂസ്ബംസിന്റെ ഫസ്റ്റ് ബുക്കാണ്. ഗൂസ്ബംസ് സീരീസ് 2000 എന്ന് പറയുന്നതിന്റെ ഫസ്റ്റ് ബുക്കാണിത്. ഇതിന്റെ ഒരു ഇതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ എടുത്തതാണ്. ഇത് കിട്ടുമായിരിക്കണം. പക്ഷെ എന്നാലും ഞാൻ ബെസ്റ്റ് ഓഫ് യൂസ് ബുക്സ് എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു. നല്ല രസമുണ്ട്. ഇതിന്റെ ഈ ഒരു ഇത് എന്താ പറയാ, സ്പോട്ട് യു വി ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റില്ലേ. അടുത്തതും ഗൂസ്ബംസ്. പക്ഷെ ഇത് ഗിവ് യുവർ സെൽഫ് ഗൂസ്ബംസ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്കാണ്. ഇത് ഇന്ററാക്റ്റീവ് ബുക്കാണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പം ഒരു ടേണിംഗ് പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് ഇതിൽ ഒരെണ്ണം ചൂസ് ചെയ്യാം. ഇപ്പൊ ഒരു ടൈപ്പ് എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു രീതിക്കാണെങ്കിൽ നമ്മൾ പേജ് 52 പോവുക, അടുത്ത രീതിക്കാണെങ്കിൽ നമ്മൾ പേജ് 72 പോവുക. അതെ. എന്നിട്ട് നമുക്ക് ഓരോന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓരോ എൻഡിങ് ആ കിട്ടുന്നത്. അത് ഭയങ്കര രസമാണ്. നമ്മൾ തന്നെ ഒരു കഥ എഴുതുന്ന പോലെയാണ്. അടുത്തതും ഗൂസ്ബംസ്. ഇത് രണ്ടും ഞങ്ങള് സ്റ്റോറി കുട്ടിക്ക് വേണ്ടി തന്നെ വാങ്ങിച്ചതാണ്. ഞങ്ങളുടെ ഈ പ്രായമൊക്കെ കഴിഞ്ഞു പോയി. പക്ഷെ അവള് വലുതായി വരുമ്പോ ഈ ബുക്കൊന്നും കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചു നേരത്തെ. അത് പറഞ്ഞപ്പോ ഒരു എന്താ പറയാ, ഒരു ടിപ്പ് എന്ന് പറയാനല്ല, ഒരു റിക്വസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ടിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു റെക്കമെൻഡേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ബുക്കുകളാണെങ്കിൽ പ്രത്യേകിച്ച് കിട്ടുന്ന സമയത്ത് കിട്ടിയിട്ട് കാര്യമുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. കാരണം ഞങ്ങൾക്കിത് എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിലും കൊച്ചിയിലുണ്ടായിരുന്ന അത്രയും എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് ഇല്ല. ഇത് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് വാങ്ങിച്ചപ്പോൾ. അപ്പോൾ ബുക്കുകളാണെങ്കിൽ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് പിന്നത്തേക്ക് വെക്കാതിരിക്കുക എന്നുള്ളത് നോക്കുക. എസ്പെഷ്യലി വായനയുടെ കാര്യത്തിൽ ഒരു ബുക്ക് വായിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഒന്നും നോക്കരുത്, അപ്പം തന്നെ വാങ്ങിച്ചിട്ട് വായിക്കുക കേട്ടോ. പറഞ്ഞപ്പോഴാ ഞങ്ങളിപ്പം കാർട്ടൂൺ നെറ്റ്വർക്ക് സബ്സ്ക്രൈബ് ചെയ്തു പ്രൈമില് റീസെന്റ്. അപ്പൊ ഞാൻ എന്റെ പണ്ടത്തെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കാർട്ടൂൺ ഡെക്സ്റ്റേഴ്സ് ലാബ്. ഞാൻ പണ്ട് ഡെക്സ്റ്റേഴ്സ് ലാബ് കണ്ടിട്ട് ഓരോ പാത്രമൊക്കെ എടുത്ത് ഇങ്ങനെ കെട്ടി തൂക്കി നോക്കിയിട്ട് ലാബൊക്കെ ഇട്ടൊക്കെ സങ്കല്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാനിങ്ങനെ ഭയങ്കര ആഗ്രഹിച്ച് സ്കൂളിൽ നിന്ന് വന്നിരുന്ന് ഇങ്ങനെ കട്ട്ലറ്റൊക്കെ കഴിച്ചുകൊണ്ട് കണ്ടതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കണ്ടിട്ട് എനിക്ക് ആ ഒരു ഇഷ്ടമാണ്. പക്ഷെ ആ ഒരു എക്സൈറ്റ്മെന്റോട് കൂടി ഇപ്പൊ കാണാം. കുറെ കൂടെ കറക്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന എനിക്കൊരു സന്തോഷമുണ്ട്. കാരണം എനിക്കെന്തോ പഴയ ലോകം കിട്ടാൻ പോകുന്നത്. പക്ഷെ അത് എക്സ്പ്ലോർ ചെയ്തപ്പോൾ പഴയ ലോകത്തിന് പഴയ കാലം തന്നെ വേണമായിരുന്നു എന്നുള്ളത് മനസ്സിലായി. സോ ഡോണ്ട് വെയിറ്റ് ഫോർ opportunity to come. Find an opportunity അല്ലെങ്കിൽ make some opportunity to get what you make the opportunity. Correct. Yes. അപ്പോൾ എനിക്കൊന്ന് ഈ ഒരു എപ്പിസോഡിന്റെ എൻഡിങ് എത്തിക്കഴിഞ്ഞു. സോ നെക്സ്റ്റ് ഫ്രൈഡേ നമ്മുടെ ബുക്ക് റിവ്യൂ ആയിട്ട് ഞങ്ങൾ വരികയാണ്. The Color Purple. Okay. അപ്പോൾ see you until next time. Bye. അതൊന്ന് പോയി ഓഫ് ചെയ്യാവോ? പോയില്ലേ സാധനമേ? എടി എന്തടി ഈ വീഡിയോ എത്ര മിനിറ്റ് ഉണ്ടെന്ന് നോക്കിയേ. അത് ഒരു 12 മിനിറ്റ് ഉണ്ട്. അത് കട്ട് ചെയ്യാൻ